കഴിഞ്ഞ ദിവസം തൃശ്ശൂർ രാഗത്തില് സുരേഷ് ഏട്ടൻ വന്നപ്പോൾ ഉള്ള ഒരു കേക്ക് കട്ടിങ്ങിന്റെ വീഡിയോ ഭയങ്കര വിവാദമായിട്ടുണ്ട്. അതിലിപ്പോ താങ്കൾ അതിന്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. ശരിക്കും എന്താണ് ആ സംഭവത്തിൽ നടന്നത്? അതെന്തായാലും ഞാനൊരു ഇന്റർവ്യൂവിൽ പറയാനിരുന്ന കാര്യം തന്നെയാണ്. എനിക്ക് സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഒരു 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 2-3 ഫ്രണ്ട്സ് എങ്കിലും എനിക്ക് അതേ വീഡിയോസ് ഷെയർ ചെയ്ത് തന്നിട്ട് നിനക്ക് നാണമില്ലേ, ഇങ്ങനെ ഇത്രയും മോശം ആയിട്ടുള്ള ആൾക്കാരാണോ, അങ്ങനെയാണല്ലോ കുറെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഇന്ന് രാവിലെ എൻ്റെ അമ്മ എനിക്ക് ഒരു വീഡിയോ അയച്ചിട്ട്, ആ വീഡിയോ എന്താണെന്ന് ഞാൻ കൂടുതൽ പറയുന്നില്ല, അതിനകത്ത് എടേ എന്താണ് ഈ സംഭവം, നീ ഒരു മറുപടി തന്നേ, എനിക്ക് അയക്കണം, ഇത് നിന്റെ അച്ഛൻ്റെ ഇങ്ങനെ ഗ്രൂപ്പിൽ വന്നതാ, അതിന് കറക്റ്റായിട്ട് നീ ഇതല്ലല്ലോ എൻ്റെ പറഞ്ഞെന്ന് പറഞ്ഞു. ആ സമയത്ത് കറക്റ്റായിട്ട് ഒരുപാട് ഞങ്ങള് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു, സുരേഷേട്ടൻ ഉണ്ടായിരുന്നു. സുരേഷേട്ടൻ ആ അമ്മയെടുത്ത് സംസാരിച്ചതിന് ശേഷം സുരേഷേട്ടൻ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കേക്ക് കട്ട് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഒരു ഹൈജീന്റെ ഭാഗമായിട്ട് പുള്ളി കൈകൊണ്ടാണ് നമുക്ക് ഫീഡ് ചെയ്യുന്നത്. അത് ദിവ്യാപിള്ളയുടെ എൻ്റെ അടുക്കെ പറയുന്നുണ്ട്, ഞാൻ നല്ലോണം നല്ല ക്ലീൻ ആയിട്ട് കൈ കഴുകിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് പേടിയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഒരാളുടെ പേഴ്സണൽ ഹൈജീന്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു പരിപാടി ചെയ്യുന്നതിന്റെ ഭാഗമായി പുള്ളി കൈ കഴുകിയതാണ്. ഞാൻ കൈയൊക്കെ കഴുകിയിട്ടാണ് അല്ലാതെ അമ്മയുടെ കൈ തൊട്ടത് കൊണ്ട് എന്തൊക്കെയാണ് എൻ്റെ ചങ്ങായിമാരെ ഈ പറഞ്ഞുണ്ടാക്കുന്നത്. അതും വീഡിയോസ് ഉൾപ്പെടെ വിത്ത് വിവരണമാണ്. ഭയങ്കരമായ എക്സ്പ്ലനേഷൻസ് ആണ്. നികിഷ്ട ജീവി, മറ്റേ ഒരാള് നിങ്ങളുമായിട്ട് ഐഡിയോളജി ഇല്ല എങ്കിൽ എല്ലാ കാര്യങ്ങളും, പുള്ളി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഹേട്രഡ് മാത്രം, പകയും വിദ്വേഷവും മാത്രം വെച്ച് പുലർത്തരുതെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. ഇതിനു മുമ്പ് ഒരുപാട് തവണ ആളിങ്ങനെ കൈ കഴുകി അല്ലെങ്കിൽ കൈ തുടച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ അവിടെ ഈ വീഡിയോയിൽ ഞാനുണ്ട്. ഞാനാണ് ആ കുപ്പി കൊടുക്കുന്നത്. സത്യത്തിൽ അത് മാനേജറായിട്ടുള്ള സിനോചേട്ടൻ്റെ ഇടയ്ക്കാണ് പുള്ളി ചോദിച്ചത്. കാരണം ആ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഹാൻഡ് വാഷ് ചെയ്യണമെന്നുള്ളൊരു സംഭവം കൊണ്ടാണ് തന്നെയാണ് അത് ചെയ്തത്. പക്ഷെ ആ വീഡിയോ കാണുമ്പോൾ ഏതൊരു സാധാരണക്കാരനാണ് തോന്നുന്നത് തെറ്റായിട്ട് തോന്നുന്നുണ്ടോ? എടോ അത് അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണ്? അത്രയും അത് അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാത്ത ആൾക്കാരാണ് ഈ കമന്റുകൾ മൊത്തം ഇട്ട്. ആ അമ്മയൊക്കെ എന്ത് സന്തോഷത്തോടു കൂടിയാണ് പോയെന്നറിയോ? ആ അമ്മയെ അറിയാവോ നിങ്ങൾക്ക് പേഴ്സണലി? എനിക്കറിയില്ല. അറിയാമെങ്കിൽ നിങ്ങൾ പേഴ്സണലി വിളിച്ച് ചോദിച്ചു നോക്കും എത്ര സന്തോഷത്തോടു കൂടിയായിരിക്കും അവർ പോയത്. ഞാനവിടെ ഉണ്ടായിരുന്നു. ചിലരാ പറയുന്നുണ്ട് ആ വീഡിയോയിൽ അമ്മ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുന്ന പോലെയൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ പൊന്നു ചങ്ങായിമാരെ, ഇപ്പോ ഈ രാഷ്ട്രീയം എന്നെ ഇപ്പൊ എങ്ങനെ കണ്ടു കഴിഞ്ഞാലും എനിക്കൊന്നുമില്ല. കാരണം എനിക്ക് രാഷ്ട്രീയം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ട്രോളാൻ ഞാൻ തന്നെ ഒരു മെറ്റീരിയൽ ഇട്ട് തരുന്നവർക്ക് തന്നെ ഇത്രയും വർഷത്തിനിടയ്ക്ക് വെച്ച് ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. അത് വലിയ മഹത് സംഭവമായിട്ട് ഞാൻ കാണുന്നുമില്ല. പക്ഷെ ഏത് സിനിമകളിലാണ്, ഏത് സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മൂവീസിലാണ് റൂളിംഗ് പാർട്ടിയെ കുറ്റപ്പെടുത്താത്തത്? ഭരത്ചന്ദ്രൻ മോഹൻ തോമസിനെ കുറ്റപ്പെടുത്തില്ല. മോഹൻ തോമസ് പൊളിറ്റീഷ്യൻ അല്ല. എത്ര സൂപ്പർ ഹിറ്റ് മൂവീസിനകത്ത് ഇത് ചെയ്തു. ഇപ്പം ഈ ഒരു സിനിമയിൽ നായകന്റെ രാഷ്ട്രീയമൊക്കെ ഒരു കാരണമായി കണ്ടിട്ട് എങ്ങോട്ട് തിരിഞ്ഞാലും ട്രോളാൻ വേണ്ടി മാത്രം അത് ഇച്ചിരി ഓവർ ആവുന്നുണ്ട്. സുരേഷിന്റെ പ്രസ്താവനകളാണ് ആ ഒരു വീഡിയോയുടെ. എന്തോ ആയിക്കോട്ടെ, ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തിന്റെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാണ്. ഞാൻ ഉണ്ടായിരുന്ന സംഭവമാണത്. ഞാനാണ് ആ ബോട്ടിൽ കൊടുക്കുന്നത്. അപ്പൊ സിറ്റുവേഷൻ അതാണ്. അല്ലാതെ അമ്മയുടെ കൈ തൊട്ടത് കൊണ്ട് ഹാൻഡ് വാഷ് നടത്തിയതല്ല, അശുദ്ധി കളഞ്ഞതല്ല. ഞങ്ങൾ ഫീഡ് ചെയ്യുന്ന സമയത്തും കേക്ക് ഫീഡ് ചെയ്യുന്ന സമയത്തും സുരേഷേട്ടൻ പറയുന്നുണ്ട്, ഞാൻ നല്ല നീറ്റായിട്ട് ഹാൻഡ് വാഷ് ചെയ്തതാണ്, ക്ലീൻ ആണ് എന്ന്. ഒരു പേഴ്സണൽ ഹൈജീന്റെ ഭാഗമാണത്. ഞാൻ ഈ ഒരു സംഭവത്തിന്റെ കാര്യം പറയാൻ പർട്ടിക്കുലർലി പറഞ്ഞാൽ ഒരുപാട് പേര് പല കമന്ററി ഇട്ട് സെയിം വീഡിയോസ് വന്നിട്ടുണ്ട്. എന്തിനാണിത്?
സത്യം എന്താണെന്ന് അറിയാതെ എന്തിനാണ് ഇത്ര ഹേറ്റ്രഡ്? JSK എന്തായാലും ഇപ്പൊ ഇറങ്ങി ഒരു നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ താങ്കൾ അതിനകത്ത് ഒരു പ്രധാന വേഷം ചെയ്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് വിളിക്കുന്ന ആൾക്കാരെല്ലാവരും പടം നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ പറയുന്നത്. എനിക്കറിയാവുന്നവര് എൻ്റെ അടുക്ക പടം നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഞാൻ എന്താണോ ചെയ്യേണ്ടിയിരുന്നത് ആസ് എ ക്യാരക്ടർ നന്നായിരുന്നു. പെർഫോമൻസ് വൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മള് ഇട്ട എഫേർട്ടിന് ആ ഒരു